ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങളുടെ കരിയറിൽ കാണാൻ പറ്റും. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡെയിലി ബേസിൽ നിങ്ങളുടെ ടാസ്കുകൾ നിങ്ങൾ രാവിലെ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഇൻ ദ മോർണിംഗ് തന്നെ നോട്ട് ഡൗൺ ചെയ്യുക. അന്ന് ചെയ്യേണ്ട ടാസ്ക് എന്തൊക്കെയാണ്, അന്നന്ന് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിലോ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് രണ്ടാമതായിട്ട്, ഓൾവേസ് നെറ്റ്വർക്ക്. അത് നിങ്ങൾ ഏത് ലെവലിലോ ആയിക്കോട്ടെ, ഓൾവേസ് നെറ്റ്വർക്ക് വിത്ത് ദ ഹയർ പീപ്പിൾ ഓർ പീപ്പിൾ ഹു ആർ ഹാവിങ് ബിഗർ അച്ചീവ്മെന്റ്സ്. ആൻഡ് മൂന്നാമതായിട്ട്, ഇതൊരു പോയിന്റ് അല്ല, ബേസിക്കലി നിങ്ങൾ ഏതൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ 3 നീഡ്സ് അവിടെ സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ നോക്കുക. ആ ഒരു 3 കാര്യങ്ങളിൽ നിങ്ങൾ ഹാപ്പി ആണല്ലോ നോക്കുക. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ടൈം കിട്ടുന്നുണ്ടോ. രണ്ടാമതായിട്ട്, നിങ്ങളുടെ സാലറി നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആണോ. ആൻഡ് മൂന്നാമതായിട്ട്, ആർ യു ഹാപ്പി റിയലി വിത്ത് യുവർ വർക്ക് യു ആർ ഡൂയിങ്. നിങ്ങൾ ഹാപ്പി ആണോ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക് സ്റ്റേ ഇൻ. ആൻഡ് നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർക്ക് തരികയാണ്, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ നിങ്ങൾക്കൊരു വർക്ക് തരികയാണ്, ഒരു ടാസ്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർ അച്ചീവ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ആൻഡ് അഞ്ചാമതായിട്ട്, നിങ്ങളെ ഒരു പ്രസന്റബിൾ ആയിട്ട് വെക്കുക എപ്പോഴും. അത് എന്ത് ടൈപ്പ് ജോബ് ആയിക്കോട്ടെ, നിങ്ങളെ എപ്പോഴും പ്രസന്റബിൾ ആയിട്ട് അല്ലെങ്കിൽ അപ്രോച്ചബിൾ പേഴ്സൺ ആയിട്ട് വെക്കുക. നിങ്ങൾക്ക് ചിലപ്പം ഷാബി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ ടീഷർട്ട് ഇട്ട് ഓഫീസിൽ വരുന്നതായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എപ്പോഴും നിങ്ങളെ പ്രസന്റബിൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി അപ്രോച്ചിങ് യു വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരാൾ ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള ആണ് ഓഫീസിൽ എപ്പോഴും വരുന്നതെന്നുണ്ടെങ്കിൽ ലൂസ് ആയിട്ടുള്ള ഷർട്ട്സ് ഇടാറില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ഷേവ് ചെയ്തിട്ടാണ് എപ്പോഴും വരുന്നത്, പ്രോപ്പറായിട്ടാണ് ഗ്രൂമിങ് ഒക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്ക് പ്രയോറിറ്റി കൂടുതലായിരിക്കും.